പോലീസ് സേനയെ തന്നെ പ്രതിരോധത്തിലാക്കിയ ADGP അജിത് കുമാറിനും സുജിത് ദാസിനും എന്ത് സംഭവിക്കുന്നു എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറുമോ? സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ നടപടി വരുമോ? എത്ര നാൾ സർക്കാർ ഇവരെ സംരക്ഷിച്ചു നിർത്തും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇരുവർക്കുമെതിരായ ആരോപണങ്ങളിൽ SIT ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങിയേക്കും. മാത്രവുമല്ല, DGP മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറ്റാനുള്ള ഒരു കുറിപ്പുമായിട്ടാണ് കണ്ടത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവസാന നിമിഷം അത് തിരുത്തപ്പെടുകയായിരുന്നു. കാരണം സുജിത് ദാസിന് സസ്പെൻഷൻ കൊടുക്കാതെ ADGPയെ മാത്രം മാറ്റിയാൽ അതൊരു ചർച്ചയ്ക്ക് വഴിവെക്കും. ഇനി സുജിത് ദാസിനെ മാത്രം സസ്പെൻഡ് ചെയ്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ തുടർന്നാൽ അതും ഒരു തർക്കത്തിന് വഴിവെക്കും. IPS ലോബിയുടെ പവർ ചെറുതല്ല കേട്ടോ. എല്ലാ ആരോപണങ്ങളിലും വിവരശേഖരണം നടത്താനാണ് തീരുമാനം. വൈകാതെ PV അൻവറിന്റെ മൊഴിയും രേഖപ്പെടുത്തും. അതേസമയം വിവാദങ്ങൾക്കിടെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയും ചെയ്യും. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുയരാനാണ് സാധ്യത. അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. നാളെ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണയും നിശ്ചയിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം സുനിഷ അയ്യല്ലൂരും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഞാൻ ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോകുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. SITയുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ അന്വേഷണം ഏതു നിലയിൽ, ഏതു രീതിയിൽ, ഏതു ദിശയിലാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കെതിരെയാണോ അന്വേഷിക്കേണ്ടത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ താഴെ റിപ്പോർട്ട് ചെയ്യേണ്ട കീഴുദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുക അത്ര എളുപ്പമാവില്ല. രണ്ട്, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ 1 മാസം സമയമെന്നുള്ളത് വളരെ കുറഞ്ഞ ഒരു കാലയളവായിട്ടും അന്വേഷണ സംഘം ഒരുപക്ഷെ വിലയിരുത്തിയേക്കാം. എങ്ങനെയാണ് അന്വേഷണം ഇന്ന് തുടങ്ങുക? ഏതു ദിശയിലായിരിക്കും ആദ്യത്തെ അന്വേഷണം? മൊഴിയെടുത്ത് PV അൻവറിന്റെ മൊഴിയെടുത്തുകൊണ്ടായിരിക്കുമോ SITയുടെ അന്വേഷണം ആരംഭിക്കുക? ഉമേഷ് ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കൂടാതെ നിരവധി വിദ്യാർത്ഥികളുടെ അധ്യാപകനുடைய അരുൺകുമാറിന് അധ്യാപക ദിനാശംസകളും. വാർത്തയിലേക്ക് വരാം. ഇന്നലെയാണ് SIT സംഘം പ്രത്യേക യോഗം ചേർന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പ്രാഥമിക ധാരണ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. DGP ഈ അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. 4 ഉദ്യോഗസ്ഥരാണ് തുടർന്ന് അന്വേഷണങ്ങൾ നടത്തുക. അതിൽ 4 പേർക്കും 4 ചുമതലകൾ നൽകും. പ്രധാനമായുള്ള ആരോപണങ്ങൾ 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. അതിൽ ഒന്ന് സുജിത് ദാസിനെതിരെ DIG, തൃശ്ശൂർ DIG നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയായിരിക്കും ഈ തുടർ അന്വേഷണം നടത്തുക. പ്രത്യേകിച്ച് SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹം തന്നെ തുടരന്വേഷണം നടത്തും. ബാക്കി അന്വേഷണങ്ങൾ 3 ഉദ്യോഗസ്ഥരും കൂടി വീതിച്ച് കൃത്യമായി എടുക്കും. അതിൽ മറ്റ് സുപ്രധാന ആരോപണങ്ങൾ അത് നേരിടുന്നത് ADGP അജിത് കുമാറാണ്. അതിൽ പ്രധാന പ്രശ്നം ഈ 2 ഉദ്യോഗസ്ഥർ, അതായത് 4 ഉദ്യോഗസ്ഥരാണ് DGP കഴിഞ്ഞാൽ സംഘത്തിലുള്ളത്. ഇതിൽ 2 പേർ നേരിട്ട് ADGP അജിത് കുമാറിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ്. അതായത് ഒന്ന് സ്പർജൻ കുമാറും ഒന്ന് DIGയും. ഇവർ നേരിട്ട് എല്ലാ ദിവസവും ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്യുകയും ഒരു ഭാഗത്തുകൂടി അന്വേഷണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രായോഗികമാണോ എന്നുള്ള സംശയം നിയമവിദഗ്ധരും ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക, 1 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള നിലപാടുമായി DGP മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണങ്ങൾ 3 ഘട്ടമായി അന്വേഷിക്കും. അതിൽ പ്രധാനമായ ആരോപണം PV അൻവർ MLA ഉന്നയിച്ചത് തന്നെയാണ്. അത് ഒന്ന് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, 2 ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തൽ, 3 ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനുമായുള്ള ബന്ധവും അതിന് പണം നൽകി എന്നുള്ള ആരോപണവും, 3 ഒരു വിവിധ കേസുകൾ, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, ഒപ്പം കള്ളക്കേസുകൾ കൂട്ടുനിൽക്കുന്നു, കൊലപാതകമടക്കമുള്ള വിഷയങ്ങൾ ചെയ്തു എന്നുള്ള ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം ആദ്യം വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് പ്രാഥമിക നടപടി. വിവരശേഖരണത്തിന് ശേഷമായിരിക്കും PV അൻവറിൻ്റെ മൊഴിയെടുക്കുക. ADGP അജിത് കുമാറിനെതിരെ നിലവിൽ എഴുതി നൽകിയ പരാതി മുഖ്യമന്ത്രി DGP കൈമാറിയിട്ടുണ്ട്. ഈ പരാതി പരിശോധിച്ച് വിവരശേഖരണം നടത്തും. അതിനുശേഷമായിരിക്കും മൊഴിയെടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ലഭ്യമാകാൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞത്, ഞാൻ ഈ തെളിവുകൾ സംബന്ധിച്ചുള്ള സൂചനകൾ മാത്രമാണ് നൽകിയത്, ഇനി തെളിവുകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ അന്വേഷണ സംഘത്തിൻ്റെ പോക്ക് ശരിയല്ല എങ്കിൽ കൃത്യമായി അത് വിളിച്ചു പറഞ്ഞ്
അന്വേഷണ സംഘത്തെ കൊണ്ട് മറുപടി പറയിക്കുമെന്നുള്ള മുന്നറിയിപ്പും PV അൻവർ MLA നൽകിയിട്ടുണ്ട്. വളരെ കരുതലോടെയാണ് അന്വേഷണ സംഘം പല സമ്മർദ്ദങ്ങളിൽപ്പെട്ടായിരിക്കുമല്ലോ നീങ്ങുക അന്വേഷണത്തിന്റെ ഭാഗമായി. ഒരു ഭാഗത്ത് അന്വേഷണം നടത്തേണ്ടത് ഇവരിൽ 2 ഉദ്യോഗസ്ഥർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ADGP ആണ് എന്നത് ഒരു സമ്മർദ്ദം. അത് അന്വേഷണ സംഘത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് ADGPക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏതു നിലയിൽ എങ്ങനെയുള്ള റിപ്പോർട്ടാണ് കൊടുക്കുക എന്നുള്ളതിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. മൂന്നാമത്തത് തെളിവുകളില്ല. ഈ തെളിവുകളില്ലാതെ ഈ മൊഴികൾ മാത്രം വെച്ച് എങ്ങനെ ഈ 1 മാസത്തിനുള്ളിൽ അന്വേഷണം ക്ലോസ് ചെയ്യാൻ പറ്റും? മറ്റൊരു സമ്മർദ്ദമുള്ളത് PV അൻവർ ഇന്നലെ വെടിപൊട്ടിച്ചിരിക്കുന്നത് അന്വേഷണം ഏതെങ്കിലും നിലയിൽ ദിശ തെറ്റിയാൽ തീർച്ചയായും ഞാൻ കൂടുതൽ വെളിപ്പെടുത്തലുമായി വരും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ്. അപ്പം മൊത്തത്തിൽ ആകപ്പാടെ ഒരു സമ്മർദ്ദവും ടെൻഷനും ഒക്കെ അന്വേഷണ സംഘത്തിനുണ്ട് അല്ലേ? തീർച്ചയായും. അത് കൂടാതെ ഒരു കാര്യം കൂടി, ഈ ഉദ്യോഗസ്ഥർക്ക് ആർക്കും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള നിലവിൽ ചുമതലയില്ല. പക്ഷേ ഈ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ്, ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അരുൺകുമാർ പറഞ്ഞതുപോലുള്ള എല്ലാ കൺഫ്യൂഷനൊപ്പമാണ് FIR പോലും രജിസ്റ്റർ ചെയ്ത് ഒരു ക്രിമിനൽ കേസ് എങ്ങനെ അന്വേഷിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടികൾ വേണമോ വേണ്ടയോ എന്നുള്ള ആംഗിളിലുള്ള അന്വേഷണമായിരിക്കും പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ദിവസവും ഒന്ന് DIG ആണെങ്കിലും IG ആണെങ്കിലും നേരിട്ട് ADGPയോട് രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം. അതുകൂടാതെ മറ്റ് 2 ഉദ്യോഗസ്ഥർ, അതായത് DGP കൂടാതെ 3 ഉദ്യോഗസ്ഥർ, DIG IG, അതുകൂടാതെ മറ്റ് 2 ഉദ്യോഗസ്ഥർ SP-മാരാണ്. ഒരാൾ ക്രൈംബ്രാഞ്ച് SP-യും ഒരാൾ ഇൻ്റലിജൻസ് SP-യും. ഇവർക്ക് ഒരുപക്ഷെ ADGPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെയുള്ള IPS ഉദ്യോഗസ്ഥരിൽ 2 പേരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് ADGPയുടെ മൊഴിയെടുക്കുക അല്ലെങ്കിൽ ADGPയോട് സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ സാഹചര്യത്തിൽ എങ്ങനെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം. എന്തായാലും അതിൽ ഈ പ്രാഥമിക അന്വേഷണം നടത്തി DGPയുടെ മേൽനോട്ടത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, ആ റിപ്പോർട്ടിന്മേൽ തുടർ FIR അടക്കം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെങ്കിൽ അത് 1 മാസത്തിന് ശേഷം നടത്താം എന്നുള്ള ആലോചനയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ധാരണയാണുള്ളത്. ആ രീതിയിൽ മൊഴിയെടുക്കുക, വിവരശേഖരണം നടത്തുക, പരമാവധി തെളിവുകൾ ക്രോഡീകരിക്കുക. ഒപ്പം DGP ഇത് സംബന്ധിച്ച എല്ലാ തെളിവുകളും റിപ്പോർട്ടുകളും ക്രോഡീകരിച്ച് 1 മാസത്തിനകം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്മേൽ ഒരുപക്ഷെ ഈ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടരന്വേഷണം സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതിയോടുകൂടി FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നലെ അസഫ് അലിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടും നിങ്ങൾ FIR ഇടാതെ പൊതുഭരണ വകുപ്പിൽ നിന്ന് ഉത്തരവിറക്കി കളിക്കുകയാണോ എന്നൊരു ചോദ്യമൊക്കെ ഇന്നലെ ചോദിച്ചിരുന്നു. അത് ചില ആളുകളെങ്കിലും നിയമവൃത്തങ്ങളെങ്കിലും ചോദിക്കുന്നുണ്ട്. ഉമേഷ്, ഇന്നിപ്പോൾ ഈ പിയൂൺ ഹെഡ് മാസ്റ്റർക്കെതിരെ കേസ് അന്വേഷിക്കുന്നു എന്നതാണ് ഇന്നലെ PV അൻവർ പറഞ്ഞത്. വലിയ വിമർശനമാണ്. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാത്രമാണ് PV അൻവർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഇടിഞ്ഞു എന്ന് PV അൻവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇതടക്കം CPIക്ക് വലിയ വിമർശനങ്ങളുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമെതിരെ ഇന്നത്തെ CPIയിലെ എക്സിക്യൂട്ടീവിൽ കടുത്ത വിമർശനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ADGPക്കെതിരെ 2 CPIയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു, തൃശ്ശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും. അപ്പോൾ ADGPക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയിലേക്ക് CPI ഈ പറയുന്ന വിമർശനത്തിൻ്റെ മുന തിരിക്കുമോ ഇന്ന്? തീർച്ചയായും CPIയിൽ അത്തരമൊരു വിമർശനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കാരണം ഇത്തരത്തിൽ സാഹചര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച പാർട്ടിയാണ്, ഉൾപാർട്ടിക്കകത്ത് വിമർശനങ്ങളുണ്ടായ സാഹചര്യമാണ് CPIയിലുള്ളത്. ഇന്ന് CPIയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാധിച്ച ഒരു വിഷയം കൂടി ഇതിലുണ്ട്. അത് തൃശ്ശൂർ പൂരം പോലീസ് ബോധപൂർവം കുളമാക്കി എന്നുള്ളത്. അത് ആദ്യമായിട്ടല്ല ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ സുനിൽകുമാർ, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലൂടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഇന്നത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചർച്ചയാകും. പ്രധാനമായി സംഘടനാ വിഷയങ്ങളായിരുന്നു ഇന്ന് ചർച്ച ചെയ്യാൻ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിലവിൽ PV അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് നേരത്തെ തന്നെ CPI ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ വിശദമായ ചർച്ചയുണ്ടാകും. സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കെതിരെയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്യും. 2 ദിവസമാണ് CPI എക്സിക്യൂട്ടീവ്. CPI ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. കാരണം ADGP ക്രമസമാധാന ചുമതലയുള്ള
ചുമതലയുള്ള ADGP ആയി തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകും, അതിലെന്തെങ്കിലും എതിർപ്പ് അവർ മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. നാളെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുക. അതിലും ഈ വിഷയം ചർച്ചയാകും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു ഉമേഷ്. വളരെ വിശദമായിട്ടാണ് ഉമേഷ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. SITയുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. അന്വേഷണം ഏതൊക്കെ വാതിലുകളിലേക്ക് ചെന്ന് കയറും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഒരു വാതിലും ചെന്ന് കയറാതെ വാതിലിന് മുന്നിൽ നിന്ന് എഴുതിയെടുത്ത് പോരുമോ എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ PV അൻവർ വിടമാട്ടെ.